യുദ്ധം എന്ന ദുരന്തത്തിൽ മുങ്ങിയിരിക്കുന്നു. അതിക്രമത്തിനും പൈശാചികതയ്ക്കും എന്തുമാത്രം ജനങ്ങളാണ് ഇരയാക്കപ്പെടുന്നത്. അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടുന്നു. ഭാവിയെ പ്രത്യാശയോടെ നോക്കുക എന്നാൽ ജീവിക്കുന്നതിന് ആവേശവും അത് പങ്കുവയ്ക്കുന്നതിന് സന്നദ്ധതയും ഉണ്ടാവുക എന്നുകൂടിയാണ്. പുതിയ തലമുറയ്ക്ക് ജന്മം നൽകണമെന്ന അഭിലാഷം യുവജനങ്ങളിൽ വളരണം. ലോകത്തിൻ്റെ അനവധി ഭാഗങ്ങളിൽ ശൂന്യമായി കിടക്കുന്ന തൊട്ടിലുകൾ നവജാത ശിശുക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ചിരികൊണ്ട് നിറയുന്ന ഒരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിനുള്ള കടമയെ പാപ്പ എടുത്തു പറയുന്നു. സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട തടവുകാർക്ക് ജൂബിലി വർഷത്തിൽ പ്രത്യാശ വീണ്ടെടുക്കാനുള്ള ഉദ്യമങ്ങൾ ഭരണകൂടങ്ങൾ ഏറ്റെടുക്കണം. ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്ന രോഗികളോട് പ്രത്യാശയുടെ അടയാളങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അവരെ സന്ദർശിക്കുന്നവരുടെ സാമീപ്യവും സ്നേഹവും വഴി അവരുടെ യാതന ലഘൂകരിക്കാനാകും. പ്രത്യാശയുടെ മൂർത്തിഭാവമായ യുവജനങ്ങളിലും അതിൻ്റെ അടയാളങ്ങൾ അത്യാവശ്യമാണ്. അവരുടെ ആവേശത്തിലാണ് ഭാവി കുടികൊള്ളുന്നത്. ദുരന്തമുഖങ്ങളിൽ അവർ പ്രകടമാക്കുന്ന ഊർജം ആകർഷകമായ കാഴ്ചയാണ്. എന്നാൽ തങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകാതിരിക്കുമ്പോൾ മയക്കുമരുന്നിനും നൈമിഷികമായ ഇതര ആനന്ദങ്ങളുടെയും പിന്നിലേക്ക് അവർ രക്ഷപ്പെടുകയും അത് നിരാശയിലേക്കും മറ്റു വിനാശകരമായ പ്രവർത്തനങ്ങളിലേക്കും ആത്മഹത്യാ പ്രവണതകളിലേക്കും അവരെ നയിക്കുകയും ചെയ്യും. ഇക്കാരണത്താൽ യുവജനങ്ങളോട് കൂടുതലെടുക്കാൻ ജൂബിലി സഭയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പാപ്പ ആഗ്രഹിക്കുന്നു. കാരണം യുവജനങ്ങൾ സഭയുടെയും ലോകത്തിൻ്റെയും പ്രത്യാശയും ആനന്ദവുമാണ്. തങ്ങളുടെയും കുടുംബങ്ങളുടെയും മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി ജന്മനാട് വിട്ടുപോകുന്ന കുടിയേറ്റക്കാരിലും യുദ്ധം, അക്രമം, വിവേചനം എന്നിവയിൽ നിന്നും ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളാൽ കുടിയേറേണ്ടി വരുന്നവരിലും ഏകാന്തതയും തിരസ്കരണവും അനുഭവിക്കുന്ന വയോധികരിലും പ്രത്യാശയുടെ അടയാളങ്ങൾ കാണപ്പെടുന്നു. ജീവിതത്തിൽ അവശ്യ വസ്തുക്കൾ മിക്കപ്പോഴും ലഭ്യമാകാത്ത കോടാനുകോടി ദരിദ്രരിൽ പ്രത്യാശ പ്രദാനം ചെയ്യാൻ പാപ്പ അഭ്യർത്ഥിക്കുന്നു. ഓരോ ദിവസവും നാം ദരിദ്രരെ കണ്ടുമുട്ടുന്നു. നമ്മുടെ അയൽപ്പക്കത്ത് തന്നെ അവരുണ്ടാകും. മിക്കപ്പോഴും അവർ ഭവനരഹിതരോ വേണ്ടത്ര ഭക്ഷണം ഇല്ലാത്തവരോ ആണ്. വളരെയധികം വിഭവങ്ങൾ കൈവശമുള്ള ഒരു ലോകത്ത് ആയുധോൽപാദനത്തിന് വളരെയേറെ ചിലവഴിക്കാൻ തയ്യാറാകുമ്പോൾ ഭൂഗോളത്തിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം കോടാനുകോടി മനുഷ്യർ ദരിദ്രരായി തുടരുന്നു. ഭൂമിയുടെ സമ്പത്ത് ഏതാനും പേരുടെ അവകാശമായി മാറ്റിവെക്കപ്പെട്ടതല്ല, മറിച്ച് അത് എല്ലാവരുടേതുമാണെന്ന് ജൂബിലി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. കർത്താവായ യേശുവിൽ സ്വയം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധമായ വെള്ളത്തിൽ സ്ഥിരതയും സുരക്ഷയും കണ്ടെത്താൻ അത് നമ്മെ സഹായിക്കും. പ്രഹരിക്കുന്ന കൊടുങ്കാറ്റുകൾ പിന്നെ ഒരിക്കലും പ്രബലപ്പെടുകയില്ല. കൃപയാൽ നൽകപ്പെട്ട കൃപയുടെ നങ്കൂരത്തിൽ നാം ഉറച്ചിട്ടുണ്ടാകും. വരാൻ പോകുന്ന ജൂബിലി ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ ഒരിക്കലും മങ്ങാനിടയാകാത്ത വിശുദ്ധ വർഷമായി അടയാളപ്പെടട്ടെ. നമ്മുടെ സാക്ഷ്യത്തിലൂടെ പ്രത്യാശയ്ക്കായി ആകാംക്ഷാപൂർവം തിരയുന്ന എല്ലാവരിലും അത് വ്യാപിക്കട്ടെ. നാം നമ്മുടെ ജീവിതം നയിക്കുന്ന രീതി കണ്ട് അനേകം പേർക്ക് പറയാനാകട്ടെ, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ എന്ന്. അൽമായ പ്രതിനിധികളും വേദിയിൽ പ്രവേശിക്കുന്നു. പോഡിയം ഇതിനാണ്.
പതാക ചരടിൽ ബന്ധിക്കുമ്പോൾ ഗായക സംഘം അസതോമ സദ്ഗമയ എന്ന് തുടങ്ങുന്ന ആർഷഭാരത മന്ത്രം ഉരുവിടുന്നു. ഭക്തിപൂർവം ആഘോഷിക്കുവാനൊരുങ്ങുന്ന നമുക്ക് പൂർവസുരികൾ കൈമാറിയ വിശ്വാസ ദീപം ഒളിമങ്ങാതെ കാത്തു സൂക്ഷിക്കുമെന്നും മതം, ഭാഷ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഭാരതീയരായ നാം എല്ലാവരും ഏകോദര സഹോദര തുല്യം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും സഹകരിച്ചും ഒരുമയിൽ ജീവിക്കുമെന്നും ക്രിസ്തുരാജ സമക്ഷം പ്രതിജ്ഞ ചെയ്യാം. പുരോഹിതൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞാവാചകങ്ങൾ നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. പ്രതിജ്ഞ ചൊല്ലുവാനായിട്ട് നമുക്ക് എഴുന്നേറ്റാക്കാം. കൈകൾ പതാകയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രതിജ്ഞയിൽ നമുക്ക് പങ്കുചേരാം. സർവപ്രതീക്ഷകളുടെയും ഉടയവനായ ക്രിസ്തുരാജ, അങ്ങന്റെ ദൈവവും രാജാവുമാണെന്നും മനുഷ്യരെല്ലാവരും ദൈവമക്കളും സഹോദരീ സഹോദരന്മാരാണെന്നും ഞാൻ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സേവനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച ക്രിസ്തുരാജ, എന്റെ സഹോദരരുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും സമാധാനത്തിനു വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ദൈവത്തിലുള്ള പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നറിയുന്ന ഞാൻ ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ നിരന്തരം പ്രവർത്തിക്കുന്നതാണ്. അതിനായി ക്രിസ്തുരാജ, അങ്ങേ പ്രത്യാശയുടെ കൽപ്പനകൾ പാലിച്ചു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ക്രിസ്തുരാജ, എന്നെയും എന്റെ കുടുംബത്തെയും സഹായം യാചിക്കുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ. അറബിക്കടലിലെ തിരമാലകളെയും ആകാശവിതാനത്തിലെ നക്ഷത്രങ്ങളെയും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ജനസഹസ്രങ്ങളെയും സാക്ഷി നിർത്തി ഈ ദേവാലയത്തിലെ 82ാമത് ക്രിസ്തുരാജത്വ തിരുനാളിന് സമാരംഭം കുറിച്ചുകൊണ്ട് ഇടവക വികാരി റവറൻ ഡോക്ടർ എഡിസൺ വൈയം ആശീർവദിച്ച ക്രിസ്തുരാജ പതാക വാനിലേക്ക് ഉയർത്തുന്നു.
പരമായ രീതിയിൽ ഈ കൊടിയേറ്റ് കർമ്മം കുമ്രിയ സഭ കൊടിയേറ്റിന് വേണ്ടി പങ്കുചേർന്നിട്ടുള്ള എല്ലാ മക്കൾക്കും ദീപവാഹകര്, പതാകവാഹകര്, മാലാഖമാര്, എല്ലാ മക്കൾക്കും ഒരിക്കൽ സിസ്റ്റേഴ്സിനും കൊടിയേറ്റ് സമിതിക്കും നന്ദി അർപ്പിക്കുകയാണ്. നമ്മോടൊപ്പം ഈ ഒരു മഹനീയ സാന്നിധ്യം മംഗളകരമാക്കുന്ന ഈ കർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും ഇടവകയുടെ പേരിൽ നന്ദിയോട് ഓർമ്മിക്കുകയാണ്. മന്ത്രി എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമാപന ഗാനത്തിന് ശേഷം ഇപ്പോൾ നൈറ്റ് ഷോ ഉണ്ടായിരിക്കുന്നതാണ്. അതിനെ തുടർന്ന് രാജ പാദപൂജ ഉണ്ടായിരിക്കുക. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. ബാൻഡുവാദ്യം നമുക്ക് വേണ്ടി അൾത്താര ശുശ്രൂഷകർക്ക് നന്ദി അർപ്പിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ക്രിസ്തുരാജിന്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാതൃകേ ദേവൂസ് ഇടവക ഗീത